ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരിനെതിരെ ഗുരുതര വാദങ്ങളുമായി തന്ത്രി കണ്ഠരര് രാജീവർ. അറസ്റ്റ് സർക്കാരിന്റെ പ്രതികാരമെന്നാണ് ജാമ്യ ഹർജിയിലെ വാദം. യുവതീ പ്രവേശനത്തെയും എല്ലാ ദിവസവും ക്ഷേത്രം തുറക്കണമെന്ന ആവശ്യത്തെയും എതിർത്തതാണ് തന്റെ അറസ്റ്റിനുള്ള കാരണമെന്നാണ് തന്ത്രി ആരോപിക്കുന്നത്. അതിനിടെ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് ഒരു കേസിൽ കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചു. തെളിവുകളുടെ അഭാവമുണ്ടെന്ന് രേഖപ്പെടുത്തിയാണ് കൊല്ലം വിജിലൻസ് കോടതി തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം നൽകിയത്. എന്നാൽ ജാമ്യ ഉത്തരവ് പുറത്തു വന്നപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ തന്നെ കുടുക്കിയതാണെന്നും അറസ്റ്റിന് പിന്നിൽ സർക്കാരിന്റെ പ്രതികാരമാണെന്നുമാണ് തന്ത്രിയുടെ വാദം. യുവതീ പ്രവേശന സമയത്ത് ആചാരലംഘനം പാടില്ലെന്ന നിലപാടെടുക്കുകയും അതിനെ എതിർക്കുകയും ചെയ്തതാണ് അറസ്റ്റിന് പിന്നിലെ ഒരു കാരണം. ശബരിമല ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കണമെന്ന സർക്കാർ നിലപാടിനെ താൻ എതിർത്തത് രണ്ടാമത്തെ കാരണം. SITക്കെതിരെയും തന്ത്രി ആരോപണങ്ങൾ ഉന്നയിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് താനാണെന്ന് വരുത്താൻ പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നുവെന്ന കാര്യം SIT മറച്ചുവെച്ചു. അതേസമയം തന്ത്രിക്ക് ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ലെന്ന് കൊല്ലം വിജിലൻസ് കോടതി നിരീക്ഷിച്ചു. പാളികൾ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ തന്ത്രി പറഞ്ഞിട്ടില്ല. തന്ത്രി ദേവസ്വം മാനുവൽ ലംഘിച്ചിട്ടില്ല. തന്ത്രി ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതിന് പ്രഥമദൃഷ്ട്യാ പോലും തെളിവില്ല. തന്ത്രിയും പോറ്റിയും ഒരേ കാലയളവിൽ ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല. തന്ത്രിയുടെ സാമ്പത്തിക സ്ഥിതി ഒരു തെളിവല്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഇതിനിടെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് കട്ടിളപ്പാളി കേസിൽ കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. ദ്വാരപാലക കേസിൽ അറസ്റ്റിലായിട്ട് 90 ദിവസം തികയാത്തതിനാൽ പത്മകുമാറിന് ജയിലിൽ തുടരേണ്ടി വരും. അതേസമയം മുൻ ദേവസ്വം സെക്രട്ടറി S ജയശ്രീക്ക് സുപ്രീം കോടതി മുൻകൂർ ജാമ്യവും അനുവദിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.